ഡൽഹിയിൽ നിന്നും വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ആഗ്രയിലേക്ക് എത്തിയത്. ആഗ്രയിലൊരു 4:15 എത്തി. ആ യാത്രയുടെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അവിടുത്തെ ലോക്കൽ ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ താജ്മഹലിലേക്ക് പോയത്. ഏതാണ്ട് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താജ്മഹലിലേക്കുള്ള ദൂരം. അതുകൊണ്ട് അവിടെ ഓട്ടോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഹരിദ്വാറിൽ കണ്ടതുപോലെയുള്ള ഇലക്ട്രിക് ഓട്ടോയും ഇവിടെ ധാരാളം ഓടുന്നുണ്ട്. ആഗ്ര ടൗണിൻ്റെ തിരക്കുകളൊന്നും പെടാതെ ഔട്ടറിലൂടെ ഓടി ഏതാണ്ട് 20-25 മിനിറ്റ് എടുത്താണ് നമ്മുടെ ഓട്ടോ താജ്മഹലിലെത്തിയത്. താജ്മഹലിന് ഏതാണ്ട് പുറത്തുള്ള ഒരു സ്ഥലം വരെ മാത്രമേ ഓട്ടോ പോകുള്ളൂ, ബാക്കി നമ്മൾ നടക്കണം. അങ്ങനെ നടന്ന് താജ്മഹലിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ എത്തുകയാണ്. താജ്മഹലിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നിങ്ങൾക്ക് താജ്മഹലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായിട്ട് അഡ്വാൻസ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കൗണ്ടറിൽ നിന്ന് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. താജ്മഹലിൻ്റെ മുറ്റത്തേക്ക് തുറക്കുന്ന ഒരു വലിയ കവാടത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ആ കവാടം കാണാൻ തന്നെ ഭംഗിയാണ്. താജ്മഹലിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കിടക്കാം. ഈ കവാടത്തിൻ്റെ ഇരുട്ടുമുറിയിലൂടെ നടന്ന് താജ്മഹലിൻ്റെ മനോഹരമായ ദൃശ്യത്തിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു മൊമെൻ്റാണിത്. അനശ്വരമായ പ്രണയത്തിൻ്റെ സ്മാരകമായിട്ട് അറിയപ്പെടുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു യാത്രാപ്രേമി പോലും ഉണ്ടാവില്ലെന്ന് പറയാം. ഈ ഒരു മനോഹരമായ ഭൂമിയിലേക്ക് എത്താൻ ആഗ്രഹിക്കാത്ത ഒരു യാത്രാപ്രേമി ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. താജ്മഹലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് 90% അതിൻ്റെ പുറം കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ചുറ്റിക്കാണാം. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് താജ്മഹലിനെ കുറിച്ച് ഒരല്പം ചരിത്രവും വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. യമുന നദിയുടെ തീരത്താണ് ഈ മനോഹരമായ വെണ്ണക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചാണിത്. പേർഷ്യൻ, ഓട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകളുടെ ഒരു സങ്കലനമാണ് മുഗൾ വാസ്തുവിദ്യ. അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് താജ്മഹൽ. വെണ്ണക്കല്ലുകൊണ്ട് പൂർണ്ണമായിട്ടും നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാനായിട്ട് 22 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. അത് 1632 ആരംഭിച്ച് 1653 തീർന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏതാണ്ട് 10,000 കണക്കിന് തൊഴിലാളികൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ റെഡ് ഫോർട്ടിൻ്റെ ശില്പിയായിട്ടുള്ള ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. ഷാജഹാൻ്റെ 3ാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് മഹൽ. 1631 14ാമത്തെ കുട്ടിയായ ഗൗഹറ ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ, അതായത് വിവാഹത്തിൻ്റെ 18ാം വർഷത്തിലാണ് അവർ മരിക്കുന്നത്. ഷാജഹാൻ്റെ ആദ്യത്തെ 2 വിവാഹങ്ങൾ ശരിക്കും ഒരു പൊളിറ്റിക്കൽ മാരേജ് ആയിരുന്നു. അതായത് ഈ രാജ്യങ്ങൾ പിടിച്ചടക്കി കഴിയുമ്പോൾ അവിടുത്തെ റാണിമാരെ സ്വന്തമാക്കുന്ന രീതിയിൽ, അതാണ് പൊളിറ്റിക്കൽ മാരേജ് എന്ന് പറയുന്നത്. പക്ഷേ ഷാജഹാൻ ഇഷ്ടത്തോടെ നടത്തിയ ഒരു വിവാഹമായിരുന്നു മുംതാസുമായിട്ടുള്ള വിവാഹം. അതുകൊണ്ട് തന്നെ അവരോടുള്ള അഗാധമായ പ്രണയമാണ് താജ്മഹൽ പണിയാനുള്ള പ്രേരണ എന്ന് ചരിത്രം പറയുന്നു. സാധാരണ കാണുന്ന എല്ലാ മുഗൾ, പേർഷ്യൻ വാസ്തുവിദ്യയിലും ഉള്ളതുപോലെ ഇതിനു ചുറ്റും സമമായി പണിതീർത്തിരിക്കുന്ന ഭാഗങ്ങളും ഇവാൻ എന്ന് പറയുന്ന ഒരു കമാനാകൃതിയിലുള്ള വാതിലും ഏറ്റവും മുകളിലായി ഒരു വലിയ കുംഭഗോപുരമൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അതുപോലെ നമ്മൾ കാണുന്ന പോലെ തന്നെ പ്രധാന ഏരിയയുടെ 4 മൂലകളിലുമായിട്ട് 4 വലിയ മിനാരങ്ങളുണ്ട്. ഈ 4 മിനാരങ്ങൾക്കും 40 മീറ്റർ വീതം ഉയരമുണ്ട്. താജ്മഹലിൻ്റെ പുറമേക്കാണ് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. അതിനുള്ള കൗണ്ടർ അവിടെ തന്നെ കാണാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ വെണ്ണക്കൽ കൊട്ടാരം ആ കാലത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 32 ദശലക്ഷം രൂപയായിരുന്നു ചെലവ് എന്നാണ് പറയുന്നത്. അന്ന് ഇത് പണിയുന്നതിന് വേണ്ടിയിട്ട് ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ എത്തിച്ചത്. 1000-ലധികം ആനകളെ സാധനങ്ങൾ പണിസ്ഥലത്തേക്ക് എത്തിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മാർബിൾ രാജസ്ഥാനിൽ നിന്നും, ജാസ്പർ കല്ലുകൾ പഞ്ചാബിൽ നിന്നും, ജെയ്ഡ്, ക്രിസ്റ്റൽ എന്നിവ ചൈനയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. ഇതുകൂടാതെ ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും പലതരത്തിലുള്ള കല്ലുകൾ കൊണ്ടുവന്നിരുന്നു. കൂടാതെ അറേബ്യയിൽ നിന്ന് വരെ വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടുവന്നിരുന്നു. ഈ വെള്ള മാർബിളുകളിൽ ഏഷ്യയുടെ വിവിധ മേഖലകളിൽ നിന്ന് കൊണ്ടുവന്ന 28 തരത്തിലുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, താജ്മഹൽ നിർമ്മാണത്തിന് ശേഷം ഷാജഹാൻ്റെ മകനായ ഔറംഗസീബ് അദ്ദേഹത്തെ ആഗ്ര കോട്ടയിൽ തടങ്കിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തെ അടക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്.
നമ്മുടെ അടുത്ത കാലത്തായിട്ട് ഈ താജ്മഹൽ പരിസ്ഥിതി മലിനീകരണം മൂലം ഒരുപാട് ഭീഷണി നേരിടുന്നുണ്ട്. മധുരയിലുള്ള എണ്ണ കമ്പനികളുടെയും യമുന നദിയിലെ മലിനീകരണം മൂലമുള്ള ആസിഡ് മഴ എന്ന പ്രതിഭാസം കൊണ്ടും വെള്ള മാർബിളുകളുടെ നിറം മങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് താജ്മഹൽ വർഷം തോറും 2 മുതൽ 4 ദശലക്ഷം വരെ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ 2 ലക്ഷത്തിലധികം പേരും വിദേശികളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന തണുപ്പ് കാലമായിട്ടുള്ള ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ്. പുക വമിപ്പിക്കുന്ന മലിനീകരണ വാഹനങ്ങൾക്ക് താജ്മഹലിൻ്റെ അടുത്ത് പ്രവേശനം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ റിക്ഷയോ നടന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പോലെ ഇലക്ട്രിക് ഓട്ടോയോ ഉപയോഗിച്ചിട്ട് വേണം അങ്ങോട്ടെത്താൻ. ഇതിൻ്റെ ഒരു വിസിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് താജ്മഹലിനകത്തേക്ക് വെള്ളം, പിന്നെ ചെറിയ കുഞ്ഞു ക്യാമറകൾ, മൊബൈൽ ഫോണുകൾ, ചെറിയ പേഴ്സുകൾ എന്നിവ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ബാക്കി ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആഗ്രയിലേക്ക് എത്തിച്ചേരാനായിട്ട് നിരവധി മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ ഡൽഹി യാത്രയിലാണെങ്കിൽ ഇതുപോലെ വന്ദേ ഭാരതിൽ വരാം, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് നിരവധി ട്രെയിനുകൾ സർവീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഫ്ലൈറ്റിൽ വരാനാണെങ്കിൽ ആഗ്ര എയർപോർട്ടുണ്ട്, ഡൽഹി എയർപോർട്ടും ഉണ്ട്. പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തെ ചൊല്ലി പല കഥകളുമുണ്ട്. അതായത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പ്രധാന വാസ്തുശില്പികളെ പണി തീർന്നതിന് ശേഷം ഷാജഹാൻ കൊല്ലുകയോ അല്ലെങ്കിൽ അംഗഭംഗം വരുത്തുകയോ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ചില കഥകൾ പ്രകാരം ഇതിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വാസ്തുശില്പികൾ താജ്മഹലിൻ്റെ പോലെയോ ഇതിൻ്റെ ഭാഗങ്ങളുടെയോ പോലെയുള്ള ഒരു വാസ്തുവിദ്യകളും ചെയ്യില്ല എന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിന് സ്ഥായി ആയിട്ടുള്ള ഒരു തെളിവും ഇന്നില്ല. ഒരു ഹിന്ദു രാജാവാണ് താജ്മഹൽ പണിതത് എന്ന അവകാശവാദം സുപ്രീം കോടതിയിൽ വരികയും അത് കോടതി തള്ളുകയുണ്ടായി. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് താജ്മഹൽ. ഹരിദ്വാറും ഡൽഹിയും ആഗ്രയും ഉൾപ്പെടുന്ന ഈ ഒരു നീണ്ട യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര സംഘടിപ്പിച്ചത് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുഞ്ചൂസ് ഹോളിഡേയ്സ് എന്ന ട്രാവൽ കമ്പനിയാണ്. താല്പര്യമുള്ളവർക്ക് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോ കൊടുക്കാം. അതുമാത്രമല്ല, ഈ ഒരു ഫുൾ ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാം കാണണം എന്നുള്ളവർക്ക് ഈ ഫുൾ ട്രിപ്പിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്കിനി മറ്റൊരു വ്യത്യസ്തമായ യാത്രയിൽ വെച്ച് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.